വിരൽത്തുമ്പിലെ വിജ്ഞാനമെന്നറിയപ്പെടുന്ന മൊബൈൽ ഇപ്പോൾ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അത് ലോകത്തിലെ ഇന്നത്തെ കുട്ടികളെയും യുവതലമുറയും അത് അടിമപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം പല വിധത്തിലുള്ള ദോഷങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും പഠന കാര്യങ്ങളിലൊക്കെ അത് ബാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. വിരൽത്തുമ്പിലെ വിജ്ഞാനമാണ് എങ്കിൽ തന്നെയും അതൊരു സമയം വിട്ടിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത രീതിയിലുള്ള ഉപയോഗം വളരെയധികം. അതിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ രാത്രി കാലങ്ങളിൽ ഇന്ന് നേരത്തെ കാര്യം പോലെ, അപ്പോൾ ഞാൻ നേരത്തെ കാര്യം പറയണമില്ല, കാരണം ഇപ്പോൾ എന്നെ ആരെങ്കിലും തന്ത വൈബെന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ ഇടയുണ്ട്, അതുകൊണ്ട് പറയണില്ല. അപ്പോൾ ഇന്ന് ഓരോരുത്തർക്കും ഓരോ മക്കൾക്കും ഓരോ മുറികളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇവർ മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് അവർ രാത്രി പാതിരാ കഴിഞ്ഞും 2 മണി വരെയൊക്കെ നേരം വെളുപ്പം 3 മണി വരെയൊക്കെ ഇരുന്ന് കാണുന്നു. ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഉറങ്ങേണ്ട സമയം, മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഉറങ്ങേണ്ട സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് ചെയ്യേണ്ട ജോലികളും പഠിക്കേണ്ട പല കാര്യങ്ങൾക്കും ഇവർ നേരം വൈകി എഴുന്നേക്കാനേ കഴിയുന്നുള്ളൂ. ജോലി സ്ഥലത്തൊക്കെ ഇവർ ഉറക്കം തൂങ്ങുന്നു, അല്ലെങ്കിൽ പഠന സമയത്തും ക്ലാസ് റൂമിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണഗതിയിൽ ഓരോ സൃഷ്ടിയും സമൂഹത്തിൽ ഓരോ സൃഷ്ടികളും അത് സന്ധ്യ കഴിഞ്ഞാൽ അത് ഉറക്കത്തിന് ഇതിലേക്ക് തന്നെ പോകുന്നത് എന്ന രീതികളാണ്. അതായത് പട്ടിയായാലും നേരം വെളുക്കുന്നവരൊക്കെ, പൂച്ചയായാലും ഇതൊക്കെ നേരം വെളുത്തിന് അലയുണ്ടാവും അവരുടെ ഭക്ഷണ സാധനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇതങ്ങനെ കാര്യമായിട്ട് അങ്ങനെ അലഞ്ഞ് നടക്കില്ല. അതുപോലെ രാത്രി കാലങ്ങളിൽ ഇര തേടി പോകുന്നത് ചിലപ്പോൾ ഈ പാമ്പും തവളയും മറ്റുള്ള പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയത്ത് മനുഷ്യനും അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളിൽ തന്നെയായാലും നെല്ലിയായാലും പുളിയായാലും അല്ലെങ്കിൽ വാഗമരമായാലും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉറങ്ങുകയാണ്, തൊട്ടാവടിയൊക്കെ ഉറങ്ങുകയാണ്. അതേപോലെ നമ്മളും ഉറങ്ങേണ്ട സമയമാണ്. അത് ആ ഉറങ്ങേണ്ട സമയത്ത് നമ്മുടെ തലച്ചോറിന് ചില മാറ്റങ്ങൾ വരാനും ഹോർമോൺ തകരാറുകൾ വരാനും അതനുസരിച്ചാണ് ഈ പകല് അതിനുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടാക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ മൊബൈലിന്റെ ഒരു ചാട്ടം, അല്ലെങ്കിൽ മൊബൈൽ മനുഷ്യനേക്കാൾ മുകളിൽ എന്ന് വേണം പറയാൻ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൊബൈൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ അഡിക്റ്റ് ആക്കുന്നതാണ്. അത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ലഹരിയേക്കാൾ കൂടുതൽ അഡിക്റ്റ് ആവുന്നത് മൊബൈലിലാണ്. അതെ.